അപ്പോൾ എന്തെല്ലാമാണ് കിഡ്നി സംബന്ധമായ അസുഖങ്ങളുടെ രോഗലക്ഷണങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ കിഡ്നി അസുഖങ്ങളുടെ രോഗലക്ഷണങ്ങൾ എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ്. ഒന്ന്, നമുക്ക് കിഡ്നി രോഗങ്ങൾ KDIGO എന്ന് പറഞ്ഞ സംഘടന, കിഡ്നി ഡിസീസസ് ഇംപ്രൂവിങ് ഗ്ലോബൽ ഔട്ട്കം എന്ന് പറഞ്ഞ സംഘടന ഈ ക്രോണിക് കിഡ്നി ഡിസീസിനെ 5 തരത്തിൽ അവരെ ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അതിൽ നമുക്ക് ഏർലി സ്റ്റേജ് കിഡ്നി ഡിസീസ് ഉണ്ട്, ലേറ്റ് സ്റ്റേജ് കിഡ്നി ഡിസീസ് ഉണ്ട്. അപ്പോൾ തുടക്കത്തിലെ സ്റ്റേജുകളിൽ കാണുന്ന രോഗലക്ഷണങ്ങളല്ല ഒരു രോഗം മൂർച്ഛിച്ച അവസ്ഥയിൽ ഒരു രോഗിയിൽ കാണുക. അപ്പോൾ തുടക്കത്തിലെ സ്റ്റേജുകൾ എന്ന് വെച്ചാൽ 1 മുതൽ 3 വരെയുള്ള ക്രോണിക് കിഡ്നി ഡിസീസ് സ്റ്റേജുകളിൽ കാണുന്ന രോഗലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഈ രോഗിക്ക് കാലിൽ നീര് വരിക, അതേപോലെ മൂത്രത്തിൽ പതയുണ്ടാവുക, ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ കണ്ണിന് ചുറ്റും നീര് വരിക, അതേപോലെ അമിതമായ ക്ഷീണം, വിശപ്പില്ലായ്മ, വെയിറ്റ് കുറയുക, സ്കിൻ ഡ്രൈ ആവുക, കൂടുതൽ രാത്രി എഴുന്നേറ്റ് കൂടുതലായി മൂത്രം ഒഴിക്കാൻ തോന്നുക, മാംസപേശികൾ വലിച്ചു പിടിക്കുക. ഇതെല്ലാം തുടക്കത്തിലെ കിഡ്നി ഡിസീസുകളുടെ രോഗലക്ഷണങ്ങളായി നമുക്ക് പറയാം. പക്ഷേ ഒരു രോഗിയുടെ ഒരു കിഡ്നി ഡിസീസ് മൂർച്ഛിച്ച ഒരവസ്ഥ അല്ലെങ്കിൽ മോശമായിരിക്കുന്ന ഒരവസ്ഥയിൽ സ്റ്റേജ് 4-5 കിഡ്നി ഡിസീസുകളിൽ എന്തെല്ലാമാണ് രോഗലക്ഷണങ്ങളെന്ന് ചോദിച്ചാൽ അമിതമായി കാലിൽ നീര് വരാം, അതേപോലെ തന്നെ ശ്വാസം മുട്ട് വരാം. പ്രത്യേകിച്ച് കിടക്കുമ്പോൾ ശ്വാസം മുട്ട്, ചുമ എന്നിവ നമ്മുടെ ലങ്സിൽ ഫ്ലൂയിഡ് നിറയുമ്പോൾ അങ്ങനത്തെ ഒരവസ്ഥയിലേക്ക് ഈ രോഗിക്ക് അനുഭവപ്പെടാം. വിട്ടുമാറാത്ത ഛർദിൽ, നേരത്തെ പറഞ്ഞ പോലെ ക്ഷീണം, ഉറക്കമില്ലായ്മ, ബോധത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ, അപസ്മാരം വരെ ഇങ്ങനത്തെ രോഗികളിൽ കണ്ടു വരുന്നത് ഉണ്ട്. അപ്പോൾ ഇതെല്ലാമാണ് ഒരു കിഡ്നി രോഗിക്ക് വരുന്ന രോഗലക്ഷണങ്ങൾ. ഇതെല്ലാം നേരത്തെ മനസ്സിലാക്കി കൃത്യമായ ചികിത്സ എടുത്താൽ ഇത് നമുക്ക് ക്രോണിക് കിഡ്നി ഡിസീസിലേക്ക് പോകുന്നത് നമുക്ക് പ്രതിരോധിക്കുവാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് എന്തെല്ലാം ടെസ്റ്റുകൾ ചെയ്താലാണ് കിഡ്നി രോഗങ്ങൾ കണ്ടുപിടിക്കുവാൻ സാധിക്കുക എന്ന് നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ട ടെസ്റ്റ് എന്ന് പറയുന്നത് യൂറിൻ റുട്ടീനാണ്. നമുക്ക് എവിടെ ഏത് ലാബിൽ പോയാലും ഒരു 50 മുതൽ 100 രൂപ വരെ കൊടുത്താൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടെസ്റ്റാണ് യൂറിൻ റുട്ടീൻ. അതിൽ നമുക്ക് യൂറിനിലെ ആൽബുമിൻ ഉണ്ടോ, യൂറിൻ സെല്ലുകളുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കിഡ്നിയുടെ അരിപ്പ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നമുക്ക് ഈ ടെസ്റ്റിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും. ഇനി കൂടുതൽ സൂക്ഷ്മമായി നോക്കുകയാണെങ്കിൽ യൂറിൻ ആൽബുമിൻ്റെ അളവ് നമുക്ക് ക്വാണ്ടിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. യൂറിൻ സ്പോട്ട് മൈക്രോ ആൽബുമിൻ അല്ലെങ്കിൽ യൂറിൻ ആൽബുമിൻ ക്രിയാറ്റ് റേഷ്യോ എന്നിവ ടെസ്റ്റ് ചെയ്താൽ നമുക്ക് യൂറിൻ ആൽബുമിൻ എത്രത്തോളം വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് കിഡ്നിയുടെ പ്രവർത്തനം എത്ര മോശമാണ്, എങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനം എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഈ രക്തത്തിലെ ടെസ്റ്റുകൾ എടുത്താൽ ബ്ലഡ് യൂറിയ സെറം ക്രിയാറ്റിൻ എന്ന് വെച്ചാൽ ഇത് രണ്ടും കൂടെ ചേർത്ത് റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് പറയും. ബ്ലഡ് യൂറിയ സെറം ക്രിയാറ്റിൻ എന്ന് പറഞ്ഞ ടെസ്റ്റുകൾ ചെയ്താൽ ഇതിൽ നിന്ന് നമുക്ക് എസ്റ്റിമേറ്റഡ് ഗ്ലോമുറുലാർ ഫിൽട്രേഷൻ റേറ്റ് എന്ന് പറഞ്ഞ ഇക്വേഷനിലൂടെ കിഡ്നി എത്രത്തോളം ബാക്കി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതിലൂടെ ഈ രോഗി എത്രത്തോളം കിഡ്നി പ്രവർത്തിക്കുന്നുണ്ട്, ഏത് സ്റ്റേജ് ഓഫ് കിഡ്നി ഡിസീസിലാണെന്ന് നമുക്ക് അവരെ തരപ്പെടുത്താനായിട്ട് സാധിക്കും. ഇതുകൂടാതെ അൾട്രാസൗണ്ട് സ്കാൻ ഓഫ് കിഡ്നിയുടെ സ്കാൻ ചെയ്താൽ അതിൻ്റെ ഘടന കൃത്യമായിട്ട് ഉണ്ടോ ഇല്ലയോ, എങ്ങനെയാണ് അതിൻ്റെ ഘടന എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അനുബന്ധമായ ടെസ്റ്റുകൾ ഹീമോഗ്ലോബിൻ, സെറം ആൽബുമിൻ, പൊട്ടാഷ്യം, ഫോസ്ഫറസ്, കാൽഷ്യം, യൂറിക് ആസിഡ് മുതലായ ടെസ്റ്റുകളും കൂടെ ഇതിൻ്റെ കൂടെ നമുക്ക് കിഡ്നി ഡിസീസ് മനസ്സിലാക്കുവാൻ, കൂടുതൽ അതിനെപ്പറ്റി പഠിക്കുവാനായിട്ട് സാധിക്കും. പിന്നെ നമുക്കൊരു ടെസ്റ്റ് എന്ന് പറയുന്നത് റീനൽ ബയോപ്സിയാണ്. കിഡ്നി ഘടനയിൽ നന്നായിരിക്കുന്ന ഒരു കിഡ്നി നമ്മൾ ഒരു സൂചി വെച്ച് കുത്തി അതിന് പത്തോളജിക്കൽ ഡയഗ്നോസിസ് ചെയ്യുക എന്ന് പറയുന്നത് വെച്ചാൽ കിഡ്നി രോഗം ഏത് രീതിയിലാണ് അത് അല്ലെങ്കിൽ ഏത് അവസ്ഥയിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. റീനൽ ബയോപ്സി അതും ചില കേസുകൾ ചെയ്താൽ നല്ലൊരു ടെസ്റ്റാണ്. ഇതിലൂടെ എല്ലാം നമുക്ക് കിഡ്നി രോഗം ആ വ്യക്തിക്കുണ്ടോ, എത്രത്തോളം കിഡ്നി പ്രവർത്തിക്കുന്നുണ്ട്, ഏത് രോഗാവസ്ഥയിലാണ് എന്നെല്ലാം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇനി എന്തെല്ലാമാണ് ഒരു കിഡ്നി രോഗി ആവുന്നതിൽ നിന്ന് നമുക്ക് പ്രതിരോധിക്കുവാനായിട്ട് സാധിക്കുന്നത്? പ്രത്യേകിച്ച് ഒരു പ്രമേഹ രോഗി അല്ലെങ്കിൽ ഒരു രക്തസമ്മർദ്ദമുള്ള ഒരു രോഗി എങ്ങനെ ഇതിനെ പ്രതിരോധിക്കാമെന്ന് നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ അതിൽ പ്രധാനമായി പറയേണ്ടത് കിഡ്നി രോഗങ്ങൾ നേരത്തെ കണ്ടുപിടിച്ചാൽ അത് പ്രതിരോധിക്കുവാനും അതേപോലെ തന്നെ റിവേഴ്സ് ചെയ്യുവാനും അത് തിരിച്ച് നോർമലാക്കി എടുക്കുവാനും നമുക്ക് സാധിക്കും. അപ്പോൾ തുടക്കത്തിൽ അതിൻ്റെ രോഗലക്ഷണം മനസ്സിലാക്കി കൃത്യമായ ടെസ്റ്റുകൾ ചെയ്ത് അത് കണ്ടുപിടിച്ച് കൃത്യമായ ഒരു നെഫ്രോളജിസ്റ്റിനെ കണ്ട് ചികിത്സ എടുക്കുകയാണെങ്കിൽ ഈ രോഗം മൂർച്ഛിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് നമുക്ക് പ്രതിരോധിക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തെല്ലാമാണ് ഇതിനുള്ള പ്രതിരോധ മാർഗ്ഗങ്ങൾ? ഏറ്റവും പ്രധാനം ആഹാര ക്രമീകരണം തന്നെയാണ്. ആഹാരത്തിൽ നമ്മൾ പറയുന്നത് വെള്ളത്തിൻ്റെ അളവ്, അതെല്ലാം വ്യക്തി അധിഷ്ഠിതമായിട്ടാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഞാൻ ഈ പറയുന്ന ഡയറ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരേപോലെ ആപ്ലിക്കബിൾ അല്ല. പലപ്പോഴും നമ്മൾ യൂട്യൂബിലൂടെ കാണുന്നതോ അല്ലെങ്കിൽ വാട്സപ്പിലൂടെ കാണുന്നതോ ഒരു ഡയറ്റ് കണ്ടാൽ എല്ലാവരും പറയും എനിക്ക് ഇത്ര വെള്ളം കുടിക്കാം, ഇത്ര വെള്ളം കുടിച്ചുകൂടാ, അങ്ങനെ പറയും. പക്ഷേ ഒരിക്കലും ഈ പറയുന്നത് ഓരോ വ്യക്തിയുടെ എത്രത്തോളം കിഡ്നി പ്രവർത്തിക്കുന്നുണ്ട്, ആ രോഗിക്ക് എത്രത്തോളം മൂത്രം വരുന്നുണ്ട്, കാലിൽ നീരുണ്ടോ, ശ്വാസം മുട്ടുണ്ടോ, ഇതെല്ലാം അടിസ്ഥാനമാക്കിയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ വ്യക്തി അധിഷ്ഠിതമായി വെള്ളം കുടിക്കുക.
വെള്ളത്തിൻ്റെ അളവ് നിയന്ത്രിക്കുക. പ്രത്യേകിച്ച് കിഡ്നിയുടെ അവസ്ഥ അല്ലെങ്കിൽ കിഡ്നിയുടെ പ്രവർത്തനം മോശമായി കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കുക എന്നുള്ളതാണ് അതിൻ്റെ മാർഗം. അതേപോലെ തന്നെ ഉപ്പിൻ്റെ അളവ് കുറയ്ക്കുക, പ്രഷർ കൺട്രോൾ ചെയ്യുന്നതിൻ്റെ ഒരു മാർഗം കൂടിയാണ് സോൾട്ടിൻ്റെ ഇൻടേക്ക് കുറയ്ക്കുക എന്നുള്ളത്. പിന്നെ പ്രോസസ്ഡ് ഫുഡ്സ് ഒഴിവാക്കുക. ഈ ബേക്കറി ഐറ്റംസ്, ടേസ്റ്റ് മേക്കേഴ്സ് ഉപയോഗിച്ചത്, അജിനോമോട്ടോ പോലുള്ള സാധനങ്ങൾ ഒഴിവാക്കുക. അങ്ങനെ നമുക്ക് ഈ കിഡ്നി രോഗത്തെ പ്രതിരോധിക്കുവാനായിട്ട് സാധിക്കും. അനിമൽ ബേസ്ഡ് പ്രോട്ടീൻസിൻ്റെ അളവ് കുറയ്ക്കുക, കൂടുതലായി പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻസ് ഉപയോഗിക്കുക. അതേപോലെ തന്നെ ഈ റെഡ് മീറ്റ് അങ്ങനത്തെ കാര്യങ്ങൾ ഒഴിവാക്കുക. പിന്നെ ഈ കിഡ്നി രോഗികൾ കാണുന്ന പൊട്ടാഷ്യം കൂടി വരുന്നൊരവസ്ഥ, അപ്പോൾ പൊട്ടാഷ്യം കൂടുന്ന ആഹാരങ്ങൾ ഉപയോഗം കുറയ്ക്കുക. പ്രത്യേകിച്ച് ഈ സൂപ്പ്, ചാറ്, ഗ്രേവി ഐറ്റംസ്, ഡേറ്റ്സ്, നട്ട്സ്, അതേപോലെ റെഡ് മീറ്റുകൾ, അതേപോലെ കൂടുതലായിട്ട് അനിമൽ പ്രോട്ടീൻസ്, കരിക്കിൻ്റെ വെള്ളം, പുളിപ്പുള്ള ഫ്രൂട്ട്സ്, ഇതെല്ലാം ഒഴിവാക്കിയാൽ പൊട്ടാഷ്യത്തിൻ്റെ അളവ് നമുക്ക് നിയന്ത്രണത്തിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതെല്ലാമാണ് നമ്മൾ ഡയറ്റിൽ ചെയ്യേണ്ട വ്യത്യാസങ്ങൾ. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ഇതെല്ലാം വ്യക്തി അധിഷ്ഠിതമായിട്ട് നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ തീരുമാനിക്കുന്ന, ഡോക്ടറെ കണ്ട് തീരുമാനിക്കുന്ന കാര്യമാണ്. രണ്ടാമതായി വ്യായാമത്തിൻ്റെ പ്രാധാന്യം ലോകാരോഗ്യ സംഘടന പറയുന്നുണ്ട്. അവർ പറയുന്നത് ഒരു ദിവസം 20 മുതൽ 30 മിനിറ്റ് വരെയെങ്കിലും വ്യായാമം കൃത്യമായി ചെയ്യുക. അങ്ങനെ ആഴ്ചയിൽ 5 ദിവസമെങ്കിലും, ഒരാഴ്ചയിൽ 150 മിനിറ്റെങ്കിലും വ്യായാമം ചെയ്യുക എന്നുള്ളതാണ് ലോകാരോഗ്യ സംഘടന പറയുന്ന കണക്ക്. അതിലൂടെ നമ്മുടെ ഹൃദയവും കിഡ്നിയും എല്ലാം നല്ല രീതിയിൽ പ്രവർത്തിക്കുവാനായിട്ട് സഹായിക്കുന്നു. ഇനി മൂന്നാമതായി പറയുന്നത് ഈ ആവശ്യമില്ലാത്ത മരുന്നുകൾ, പ്രത്യേകിച്ച് വേദന സംഹാരികൾ, ഓവർ ദ കൗണ്ടർ മെഡിക്കേഷൻസ്, കിഡ്നിയെ ബാധിക്കുന്ന ചില നാട്ടുമരുന്നുകൾ, ഇതെല്ലാം ഉപയോഗം പൂർണ്ണമായും ഒഴിവാക്കുക. ഡോക്ടറെ കാണുന്ന അല്ലാതെ വേറെ മരുന്നുകൾ കഴിക്കാതിരിക്കുക കഴിവതും. അതേപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യം ഈ പുകയില പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം പൂർണ്ണമായി ഒഴിവാക്കുക എന്നുള്ളത്. പിന്നെ പ്രധാനമായിട്ടുള്ള 2 കാര്യങ്ങളാണ് പ്രമേഹവും രക്തസമ്മർദ്ദവും. അതിൽ പ്രമേഹം നിയന്ത്രിച്ചു കൊണ്ടുപോവുക. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു 10 വർഷത്തിന് മുകളിലുള്ള പ്രമേഹ രോഗികൾക്കെല്ലാം കിഡ്നി രോഗം വരുവാനുള്ള സാധ്യതകൾ വളരെ അധികമാണ്. അപ്പോൾ പ്രമേഹം കൃത്യമായി നിയന്ത്രിച്ചു കൊണ്ടുപോവുക. HbA1c എന്ന് പറയുന്നൊരു ടെസ്റ്റ് ഉണ്ട്. 3 മാസത്തിൽ നമ്മൾ ഷുഗറിൻ്റെ അളവ് കൺട്രോളിലാണോ അല്ലയോ എന്ന് പറയുന്നൊരു ടെസ്റ്റ്. അതിൻ്റെ അളവ് 7% താഴെയെങ്കിലും കൊണ്ടുവരിക എന്നുള്ളത് പ്രധാനമാണ്. അതേപോലെ തന്നെ രക്തസമ്മർദ്ദം, BP നിയന്ത്രിക്കുക. ഒരു 130/80 എന്ന കണക്കിൽ താഴെയെങ്കിലും BP കൺട്രോൾ ചെയ്ത് പോവുക എന്നുള്ളതാണ് അതിനുള്ള ചികിത്സ, ഈ പ്രതിരോധിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. അതേപോലെ തന്നെ ഹൃദയ സംബന്ധമായ അസുഖങ്ങളെല്ലാം കൺട്രോൾ ചെയ്ത് പോവുക. ഇതിനെല്ലാം കൃത്യമായി മരുന്ന് കഴിച്ച് ഡോക്ടറെ കണ്ട് അത് തരപ്പെടുത്തി എടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതിലൂടെയെല്ലാം നമുക്ക് കിഡ്നി രോഗം വരുന്നതിൽ നിന്ന് നമുക്ക് പ്രതിരോധിക്കുവാനായിട്ട് നേരത്തെ സാധിക്കും. ഇനി അഥവാ ഒരാൾ കിഡ്നി രോഗിയായി എങ്ങനെ അതിന് ചികിത്സ നമ്മൾ നടത്തും എന്നുള്ളതാണ്. ഈ ചികിത്സ ഈ കിഡ്നി രോഗം തുടക്കത്തിലെ സ്റ്റേജിലാണോ അതോ ലേറ്റ് സ്റ്റേജിലാണോ, രോഗം മൂർച്ഛിച്ച അവസ്ഥയിലാണോ എന്ന അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ചികിത്സ നിർണ്ണയിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ തുടക്കത്തിലെ സ്റ്റേജുകൾ, എർലി സ്റ്റേജുകൾ കാണുന്ന അസുഖങ്ങളിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആഹാരത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ, വ്യായാമം, അതേപോലെ പുകയില ഉൽപ്പന്നങ്ങൾ ഒഴിവാക്കുക, ഒരു വ്യക്തിയുടെ മെഡിക്കേഷൻ ലിസ്റ്റ് പൂർണ്ണമായി അവരുടെ മരുന്നുകളെല്ലാം എടുത്ത് അവരുടെ കിഡ്നി രോഗത്തിന് അടിസ്ഥാനമായി ചിട്ടപ്പെടുത്തി കൊടുക്കുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രമേഹത്തിൻ്റെയും രക്തസമ്മർദ്ദത്തിൻ്റെയും നിയന്ത്രണം, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ കൺട്രോൾ ചെയ്യുക എന്നുള്ളത്. പിന്നെ ഏറ്റവും പ്രധാനമായി യൂറിൻ പ്രോട്ടീൻ്റെ അളവ് നിയന്ത്രിക്കുക എന്നുള്ളത്. അതിനായി സ്പെസിഫിക് ആയിട്ടുള്ള കുറേ മരുന്നുകളുണ്ട്. ആ മരുന്നുകളുടെ സഹായത്തോടെ യൂറിനിൽ പ്രോട്ടീൻ പോകുന്നത് നിയന്ത്രിച്ച് നമ്മൾ കിഡ്നി സംബന്ധമായ രോഗങ്ങളെ പ്രതിരോധിക്കുവാനും അത് ചികിത്സിക്കുവാനും നമുക്ക് തുടക്കത്തിലെ സ്റ്റേജുകൾ സാധ്യമാണ്. അത് പൂർണ്ണമായി ഒഴിവാക്കി കിഡ്നി നോർമലാക്കുവാൻ വരെ നമുക്ക് സാധ്യമാണ്. ഇനി ഒരു രോഗിയുടെ രോഗം മൂർച്ഛിച്ചൊരവസ്ഥയിൽ അല്ലെങ്കിൽ ഒരു ലേറ്റ് സ്റ്റേജ് കിഡ്നി ഡിസീസിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ സമയത്ത് നമ്മുടെ ചികിത്സാ കാര്യങ്ങളെല്ലാം പരിമിതമാണ്. പ്രത്യേകിച്ച് ഒരു EGFR 15 താഴെ പോയാൽ, കിഡ്നിയുടെ പ്രവർത്തനം വളരെയധികം മോശമായാൽ, രോഗലക്ഷണങ്ങളുള്ള ഒരാൾക്ക് നമുക്ക് വളരെ ഓപ്ഷൻസ് കുറവാണ്. ഒന്നുകിൽ നമ്മൾ ഡയാലിസിസ് ചെയ്യുക അല്ലെങ്കിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുക. അപ്പോൾ ഡയാലിസിസ് എന്ന് പറയുന്നത് 2 തരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഒന്ന്, രക്തക്കൊഴലുകളിലൂടെ നമുക്ക് ഡയാലിസിസ് ചെയ്യാം. അതിന് ഹീമോ ഡയാലിസിസ് എന്ന് പറയുന്നത് രക്തം ശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയയാണ് ഡയാലിസിസ്. അത് പെരിട്ടോണൽ ഫ്ലൂയിഡിലൂടെ നമ്മുടെ രക്തം ശുദ്ധീകരിക്കുകയാണെങ്കിൽ അതിനെ പെരിട്ടോണൽ ഡയാലിസിസ് എന്ന് പറയും. ഇപ്പോൾ ഹീമോ ഡയാലിസിസ് അല്ലെങ്കിൽ പെരിട്ടോണൽ ഡയാലിസിസ് ചെയ്യുന്ന നമുക്ക് ഒരു ചികിത്സാ രീതിയാണ്. പിന്നെ ഒരു ചികിത്സാ രീതിയാണ്, ഇതിലും നല്ല മെച്ചപ്പെട്ട ഒരു ചികിത്സാ രീതിയാണ് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ, കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ. അതിൽ നമുക്ക് അതും 2 തരത്തിൽ തന്നെ ചെയ്യാൻ പറ്റും. ഒന്ന്, ലിവിങ് റിലേറ്റഡ് റീനൽ ട്രാൻസ്പ്ലാന്റ് എന്ന് വെച്ചാൽ നമ്മുടെ റിലേറ്റീവ്സ് ആരെങ്കിലും നമുക്ക് കിഡ്നി ഡൊണേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യുന്നൊരു പ്രക്രിയയാണ് ലിവിങ് റിലേറ്റഡ് റീനൽ ട്രാൻസ്പ്ലാന്റ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഡിസീസ് ഡോണർ റീനൽ ട്രാൻസ്പ്ലാന്റ്, മരിച്ച ഒരാളിൽ നിന്ന് കിഡ്നി സ്വീകരിക്കുക എന്നുള്ള ഡിസീസ് ഡോണർ റീനൽ ട്രാൻസ്പ്ലാന്റ്. ഈ 2 കാര്യങ്ങൾ നമുക്ക് കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലൂടെ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ പുതിയ റിസർച്ചിലൂടെ വരുന്ന കാര്യങ്ങളാണ് ആർട്ടിഫിഷ്യൽ കിഡ്നീസ്, മെക്കാനിക്കൽ കിഡ്നീസ് അല്ലെങ്കിൽ ബയോ ആർട്ടിഫിഷ്യൽ.
മൃഗങ്ങളിൽ നിന്നെല്ലാം കിഡ്നീസ് പ്രോസസ്സ് ചെയ്ത് മനുഷ്യരിൽ വെക്കുക എന്നുള്ളത്. ഇതെല്ലാം ടെസ്റ്റുകളിലൂടെ അല്ലെങ്കിൽ റിസർച്ചുകളിലൂടെ മുന്നോട്ട് വരുന്ന കാര്യങ്ങളാണ്. ഒന്നും ഇതേവരെ മനുഷ്യരിൽ നമ്മൾ ലോങ് സ്റ്റാൻഡിംഗ് ആയിട്ട് ഉപയോഗിച്ച് തുടങ്ങിയ കാര്യങ്ങളല്ല. ഇനിയും പഠനത്തിലൂടെ അത് നമുക്കിനിയും മെച്ചപ്പെട്ട് വരേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇതെല്ലാമാണ് നമുക്ക് ഒരു വ്യക്തിക്ക് കിഡ്നി രോഗം വന്നതിന് ശേഷം ചെയ്യാൻ പറ്റുന്ന ചികിത്സാ രീതികൾ. അപ്പോൾ ഞാൻ ഇത്രയും നേരം ചർച്ച ചെയ്ത കാര്യങ്ങൾ ക്രോഡീകരിച്ച് പറയുകയാണെങ്കിൽ കിഡ്നി രോഗികളുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കിഡ്നി രോഗം വളരെയധികം പ്രതിരോധിക്കുവാൻ പറ്റുന്നൊരു അസുഖമാണ്. അതിൻ്റെ രോഗലക്ഷണങ്ങൾ നേരത്തെ കണ്ടുപിടിക്കുക, അതിനെപ്പറ്റി ഒരു നെഫ്രോളജിസ്റ്റിനെ കണ്ട് അതിന് കൃത്യമായ ചികിത്സ എടുക്കുക, അതിൻ്റെ ആഹാര നിയന്ത്രണം കൃത്യമായിട്ട് പാലിക്കുക, പ്രമേഹം രക്തസമ്മർദ്ദമുള്ളവരെല്ലാം കൃത്യമായി അതിൻ്റെ നിയന്ത്രണം പാലിക്കുക. അതേപോലെ തന്നെ ആഹാരത്തിലും വ്യായാമത്തിലും വരുന്ന വ്യത്യാസങ്ങൾ നല്ല രീതിയിൽ പാലിച്ച് വണ്ണം കുറച്ച് മുന്നോട്ട് പോകുക. ഇതിലൂടെ എല്ലാം നമുക്ക് കിഡ്നി രോഗങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു മെച്ചപ്പെട്ട നാളേക്ക് വേണ്ടി നമുക്ക് പ്രയത്നിക്കാം.